ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്കുക. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. ഞാൻ വേദിച്ച ലോകത്തിൽ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കുക. നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡീലേഴ്സ് വിളിക്കുമ്പോൾ എൻ്റെ പുള്ളിയുടെ ഒരു ദീപക് എന്നുള്ളത് അറിയുള്ളൂ. പുത്രദുഃഖം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം. ആ അമ്മയ്ക്ക് മകനെ ഇല്ലാതാക്കിയ ആൾരൂപത്തിൻ്റെ പേരാണ് ജിംഷിദ മുസ്തഫ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ വീടിൻ്റെ നിലവിളക്ക് താനെ കെട്ടതല്ല. അഹങ്കാരത്തിൻ്റെ ആൾരൂപമായ ജിംഷിദ എന്ന് പറയുന്ന സ്ത്രീ ലൈക്കിനും ഷെയറിനും കമൻറ്റിനും വേണ്ടി ആ പാവത്തിനെ കുലക്ക് കൊടുത്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് കേരളത്തിൽ അമ്മയുടെ കണ്ണുനീർ എല്ലാവരുടെയും സങ്കടമായി മാറിയ ഒരു ദിവസമായിരുന്നു ഈ കഴിഞ്ഞു പോയത്. തീർച്ചയായിട്ടും അവർ ചെയ്ത ആ പാവത്തിൻ്റെ കറ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ഈ ഭൂമിയിൽ നിന്ന് നീ വിശ്വസിക്കുന്ന നിൻ്റെ റബ്ബിൽ നിന്ന് നിനക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം വളരെ ന്യായീകരണവുമായിട്ടൊരു വീഡിയോയുമായിട്ടായിരുന്നു ജിംഷിദ വന്നത്. എന്നാൽ ഇതൊന്നും കേരളത്തിൻ്റെ മുന്നിലേക്ക് ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാന ഘട്ടത്തിൽ ജിംഷിദ ഒരു മാപ്പപേക്ഷയുമായിട്ട് അപ്പോൾ ജിംഷിദ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച വരികൾ എന്തായാലും എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, ആ നമ്മുടെ ദീപക് എന്ന് പറയുന്ന സഹോദരൻ്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിൽപ്പെട്ട ഒരു കുറിപ്പ് അവർ പങ്കുവെച്ചിട്ടുണ്ട്. എന്തായാലും അതിലെന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായത് ഒരു ദുരനുഭവമായിരുന്നു. എൻ്റെ ശരീരത്തിൽ ഒരാൾ മോശമായി തൊട്ടു. സ്വയം സംരക്ഷണത്തിനായി ഞാൻ ആ നിമിഷം വീഡിയോ എടുത്തു. അന്ന് അവിടെ വെച്ച് പ്രതികരിക്കാതിരുന്നത് ഭയവും ഷോക്കുമായാണ് എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റുകയില്ല. ഒരാളും നിന്നെ അവിടെ വെച്ച് തൊട്ടിട്ടില്ല എന്നുള്ളത് നീ പങ്കുവെച്ച വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. നീ അങ്ങോട്ട് പോയിട്ട് നിന്റെ മാറിങ്ങനെ നീട്ടി വെച്ച് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അറിയാതെ കൈയൊന്ന് തൊട്ടതാണ്. അത് തൊട്ടു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എടുത്ത വീഡിയോ നീ സ്ലോ ആക്കിയിട്ട് വളരെ മോശകരമായ രീതിയിൽ അതിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട് നിന്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഉയർത്താൻ വേണ്ടിയിട്ട് നീ അത് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ആണ് ശരി. അല്ലാതെ ഒരിക്കലും ദീപക് എന്ന് പറയുന്ന വളരെ മാന്യനായ ആ ചെറുപ്പക്കാരൻ ഒരിക്കലും നിന്റെ മാർഗത്തിലേക്ക് തൊടുകയോ അതുപോലെ തന്നെ നിന്റെ മുന്നിലുള്ള ആ സ്ത്രീയെ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം പ്രേക്ഷകർ കണ്ട ഈ വീഡിയോയിൽ ഒരാൾ പോലും 100% നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കമൻറ്റ് പോലും ഞങ്ങളുടെ വീഡിയോക്ക് താഴെ വന്നില്ല. അതിൻ്റെ കാരണം കാണുന്ന എല്ലാവരും പൊട്ടന്മാരാണ് എന്നുള്ളതല്ല. നീ കാണിച്ച ഈ എഡിറ്റിങ്ങും നീ പുറത്തുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വീഡിയോ നീ എഡിറ്റിങ്ങില്ലാതെ 100% പുറത്തുവിടുകയാണെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ് 100% തെളിയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് വായിക്കാം. വീഡിയോ എടുത്തത് റീച്ച് ഉണ്ടാക്കാനോ ആരെയും അപമാനിക്കാനോ അല്ല, എനിക്ക് സംഭവിച്ചത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിനക്ക് സംഭവിച്ചത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ എടുത്ത വീഡിയോ നീ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ലക്ഷക്കണക്കിന് റീച്ച് ഉണ്ടാക്കിയതിന് ശേഷം എന്തിനു നീ ഡിലീറ്റ് ചെയ്തു? 100% നിനക്ക് അത്തരത്തിൽപ്പെട്ട ഒരു അപമാനം ആ ബസ്സിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിന്റെ ഭാഗത്താണ് 100% ശരി എന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ എന്നല്ല ഈ ലോകത്ത് ഒരു പെണ്ണും തീർച്ചയായിട്ടും അത് ഡിലീറ്റ് ചെയ്യുകയോ പ്രൈവറ്റ് വീഡിയോ ആക്കി വെക്കുകയോ ചെയ്യുകയില്ല. നീ ജനങ്ങളെ പേടിച്ചിട്ട് തന്നെയാണ് ആ വീഡിയോ അതിൽ നിന്ന് മാറ്റിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നീ പറയുന്നത് 100% കള്ളത്തരമാണ്, അതുപോലെ തന്നെ വഞ്ചനയുമാണ്. ആ വ്യക്തിയുടെ മരണവാർത്ത എന്നെ ആഴത്തിൽ വേദനിപ്പിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഞാൻ അതീവം ഖേദിക്കുന്നു. അതും പച്ച നുണയാണ്. കാരണം ഈ ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷവും ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ തീർച്ചയായിട്ടും നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിലും 100% ജിംഷിദ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യത്തിൻ്റെ രൂപം മാത്രമുള്ള ഈ സ്ത്രീ അതിലും പറഞ്ഞിരുന്നു, ആ മനുഷ്യൻ 100% മോശമായ രീതിയിൽ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരു ശിക്ഷ അർഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അർഹിക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യം ഞാൻ ഇതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും ആ സമയത്ത് നിന്റെ ഒരു വാക്കിൽ ഒരു ഇടറൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സങ്കടം, ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ജന്മവാസനയായിട്ടുണ്ടായ ഒരു സാധനമാണ്. അതുപോലും നിന്റെ വാക്കുകളിൽ അവിടെ ആർക്കും ഈ കേരളത്തിൽ ആർക്കും തന്നെ കാണാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ നീ ഖേദിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഈ പ്രതികരണത്തെയും ഈ വീഡിയോകളെയും എല്ലാം നീ ഭയന്നിട്ട് മാത്രം നീ പറയുകയാണ്. എന്നാൽ ഒരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ മുഴുവൻ കുറ്റവും ഇരയിലേക്ക് തള്ളുന്നത് നീതിയല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു സ്ത്രീ ഇരയാണെങ്കിൽ 100% കേരളത്തിലെ എല്ലാ ജനതയും
അവരുടെ ഒപ്പം തന്നെ നിൽക്കും. അതിജീവിതക്കൊപ്പമാണ് കേരളത്തിലെ 100% ആൾക്കാരും ഇന്ന് വരെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അത് മുൻകാല ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതുപോലുള്ള വ്യാജ അതിജീവിതന്മാരെ ഒരിക്കലും കേരളത്തിലെ സ്ത്രീകൾ പോലും നിന്നെ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ ഏക ഉദാഹരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നീ ഒരു ജന്തുവാണ്, നീ ഒരു മൃഗമാണ്, നീ ഒരു മനുഷ്യനല്ല എന്ന് വളരെ പച്ചക്ക് നിന്റെ സമുദായത്തിൽ തന്നെ പെട്ട പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന് പറയുന്നത് കാണണമെങ്കിൽ നീ ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ഓണാക്കി നോക്കിയാൽ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താണ് കേരളത്തിൽ ഇന്ന് നിൻ്റെ ഒരു റേറ്റ് എന്ന്, തീർച്ചയായിട്ടും എന്തൊരു റീച്ച് എന്താണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ എൻ്റെ അനുഭവം പങ്കുവെച്ചത് മറ്റൊരു സ്ത്രീക്കും ഇതേ മൗനത്തിൽ ഒടുങ്ങരുത് എന്ന ചിന്തയിൽ നിന്നാണ്. ഇത് ആരെയും വേട്ടയാടാനുള്ള ശ്രമമല്ല, എൻ്റെ വേദനയുടെ സത്യമാണ് ജംഷിദ മുസ്തഫ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഒരു സ്ത്രീയും നിന്നെപ്പോലത്തെ ഒരു സ്ത്രീയും ഇന്ന് കേരളത്തിൽ എവിടെയും ജീവിച്ചിരിപ്പില്ല. ഒരു കാരണവശാലും മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഒരാളാണ് നീ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞിരുന്നു, നിനക്ക് അത്രയ്ക്കും കാരുണ്യവാനായ ഒരു മനുഷ്യനെ ഓർത്തിട്ട് നിനക്കെന്ത് ചെയ്യാമായിരുന്നു? ആ മനുഷ്യൻ്റെ മുഖം ഒന്ന് ബ്ലർ ചെയ്തുകൊണ്ട് അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലെങ്കിലും അത് നീ പുറത്തു വിട്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിന്നോട് യാതൊരു വെറുപ്പും ഉണ്ടാകുമായിരുന്നില്ല. അത്തരത്തിൽപ്പെട്ട ഒരു ന്യായമെങ്കിലും നീ അതിൻ്റെ ഭാഗത്ത് നിന്ന് കാണിക്കണമായിരുന്നു. കാരണം രാവും പകലും നയിച്ചുകൊണ്ട് സെയിൽസ്മാനായി ജോലി ചെയ്തുകൊണ്ട് ഒരു അച്ഛനെയും അമ്മയെയും ഒരു കുടുംബത്തെയും പോറ്റുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതം പിച്ചി ചീന്തി എറിഞ്ഞു കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും നിനക്ക് സമാധാനവും സന്തോഷവുമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അദ്ദേഹത്തിൻ്റെ ഓണർ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം മാത്രം കണ്ടാൽ മതി. അദ്ദേഹം എന്തായിരുന്നു 7 വർഷം അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം. ട്രിവാൻഡ്രം സൈഡിലൊരാൾ കമൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ദീപക്കാണോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ദീപക്കാണ്. അപ്പോൾ അതിനകത്ത് ദീപക്കിൻ്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു രാത്രി ഒരു 11:15 എനിക്ക് ആ ഫസ്റ്റ് ആൾ അയച്ചു തരുന്നത്. ആ സമയത്ത് വീട്ടിലായിരുന്നില്ല. അപ്പോൾ ഒരു 12 മണിക്ക് വീട്ടിലെത്തിയത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ കടന്നപ്പോൾ ഇങ്ങനെ കമൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ആ കമൻസ് നോക്കിയ സമയത്ത് ഒത്തിരി പേര് ദീപക്കിൻ്റെ ഭാഗത്തൊരു കുറ്റം പറയുന്നില്ല. എല്ലാവരും ആ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 2:30 മണി വരെ കമൻസ് വായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു. കാരണം ദീപക്കിനെ കാണിക്കണമല്ലോ. അപ്പം സാറ്റർഡേ പിന്നെ ഞാൻ ഉദ്ദേശിച്ചൊരു ഫോണിൽ വിളിച്ചില്ല. വിളിച്ച് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് പുള്ളി എടുക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം വിളിച്ച് വരുത്തി കാര്യങ്ങളിരുന്ന് സംസാരിച്ചു. ഇല്ല അപ്പം നമ്മൾ എന്തെങ്കിലും കൗണ്ടറായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നതുകൊണ്ടൊന്നും പേടിക്കാനൊന്നുമില്ല, വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ. അപ്പോൾ ഞാൻ എഡ്യൂക്കേറ്റിനെ കാണുക ആദ്യം വേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് എൻ്റെ നിയമപരമായ രീതിയിൽ എന്താണെന്നുള്ള അവർ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് നമ്മൾ പോയി കേസ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതിയോ, കോർട്ടിൽ കൊടുക്കുകയാണോ എന്നതെല്ലാം അറിയില്ലല്ലോ. അപ്പം അത് ഞാൻ പൊക്കോളം അറിയുന്ന ആളുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു കസിന് ഒരു അഡ്വക്കേറ്റ് ഉണ്ടെന്നാലും എനിക്കറിയാം. അപ്പം അങ്ങനെ പൊക്കോളം എന്നുള്ളതാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വൈകിട്ട് ഞാൻ വിളിച്ചു, അഡ്വക്കേറ്റിനെ കണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പുള്ളി ഇല്ല, സ്ഥലത്തില്ല, നാളെ ഞായറാഴ്ച രാവിലെ വരാൻ പറഞ്ഞിരുന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് കോള് വരുമ്പോഴാണ്. എത്ര നാളായിട്ട് താങ്കളുടെ കൂടെ ഉണ്ട്? 7 വർഷത്തോളമായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡീലേഴ്സ് വിളിക്കുമ്പോൾ എൻ്റെ പുള്ളിയുടെ ഒരു ദീപക്ക് നല്ലത് അറിയുള്ളൂ. ഒരിടത്ത് പോലും ഒരിക്കൽ പോലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യവും കേട്ടിട്ടില്ല അങ്ങ് പറഞ്ഞത്. ആ പ്രതികരണം നിങ്ങൾ കണ്ടു കാണും. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ മനുഷ്യൻ ഇത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികേടും ഇതിൻ്റെ മുന്നേ ഇങ്ങനെ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം ഒരു വാർത്ത അദ്ദേഹം കേൾക്കുകയോ പോലും ചെയ്തിട്ടില്ല. അദ്ദേഹം വിങ്ങിപ്പൊട്ടുകയാണ്. അദ്ദേഹത്തിന് ഈ വാർത്തകൾ വളരെ സങ്കടത്തോടു കൂടിയല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തലേന്ന് സ്ക്രീൻഷോട്ടുകളെല്ലാം എടുത്ത് അയച്ച് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നേരിൽ കണ്ട് നമുക്ക് കേസുമായി മുന്നോട്ട് പോകാം എന്നെല്ലാം ധൈര്യം കൊടുത്തു. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടികളുടെയും ഭാര്യയുടെയും എല്ലാം മുഖം ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ജീവിതം കൈവിട്ടു പോയി. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആ മനുഷ്യ സ്ത്രീ മാത്രമാണ്.
തികച്ചും കയ്യിൽ കിട്ടിയാൽ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുക തന്നെയാണ് വേണ്ടത്. ഇതാണ് അതിനുള്ള മരുന്ന്. നമ്മുടെ നിയമത്തിൽ ഇതിലൊന്നും ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം 1000 പൈതുകളുള്ള ആ നിയമത്തിൻ്റെ ഏതെങ്കിലും ഒരു ലൂഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട സ്ത്രീകൾ നാളെ കൂളായിട്ട് പുറത്തു വരികയും അതുപോലെ തന്നെ ഇനിയും ഇത്തരത്തിൽപ്പെട്ട റീൽസുകളും വീഡിയോകളും എടുക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും അതുകൊണ്ട് റീച്ച് ഉണ്ടാക്കുകയും ഫെയിം ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആത്യന്തികമായിട്ട് പൊതുജനങ്ങൾ ഇറങ്ങി പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു അന്ത്യം കുറിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നല്ലവരായ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെക്കുറിച്ച് ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ പറയുന്നത്. കാരണം അത്തരത്തിൽപ്പെട്ട ദുരനുഭവമുണ്ടായ ഒരുപാട് സ്ത്രീകൾ ബസ്സിൽ നിന്നും ട്രെയിനിൽ നിന്നും അതുപോലെ തന്നെ എല്ലാം അനുഭവിക്കുന്ന ഇരകളായ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോടൊന്നും ഞാൻ ഈ വീഡിയോയിൽ അവരെ കൂട്ടിയിട്ടല്ല പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്രശ്നത്തിൽ മാത്രം ഈ സ്ത്രീ കാഴ്ചവെച്ച ചെറ്റത്തരത്തിനെതിരെ മാത്രമാണ് പ്രതികരിക്കുന്നത് എന്നുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.